ഹലോ, ഐ ആം നാഫിയ ഫ്രം ജോവിസ് പെർഫെക്റ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ പുതിയൊരു ഗ്രാമർ സെഷനുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് നൗൺസ്. നൗൺസ് എന്താണെന്ന് നമുക്കറിയാം. കാരണം എന്താ, നൗൺ നമ്മളുടെ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഭാഗമാണ് അല്ലേ. പാർട്സ് ഓഫ് സ്പീച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നൗൺ. അതിൽ ഫസ്റ്റ് വരുന്ന ആളാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് മലയാളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നാമം എന്ന് പറയും. അതായത് ഒരാളുടെ, ഒരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേര്, ഒരു വസ്തുവിൻ്റെ പേര്, ഇതൊക്കെയാണ് നമ്മൾ നൗൺ, നാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ നാമം നമുക്ക് എന്താണ് പല ടൈപ്പിലും കാണാൻ പറ്റും. ഒരു സെൻറ്റൻസിൽ നമുക്ക് നാമം ഇല്ലാതെ, അതായത് ഒരു പേഴ്സൻ്റെ പേരോ ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു പ്ലേസിൻ്റെ പേരോ ഒന്നുമില്ലാതെ ഒരു സബ്ജക്റ്റ് ആവില്ല. ഈ നൗണിനെ തന്നെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ടൈപ്സ് ഓഫ് നൗൺസ് എങ്ങനത്തെയൊക്കെ നൗൺസ് ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർ നൗൺസ്. പ്രോപ്പർ നൗൺ എന്ന് വെച്ചാൽ നെയിം ഓഫ് സ്പെസിഫിക് പേഴ്സൺ, പ്ലേസസ്, തിങ്സ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ പേരോ, സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പേരൊക്കെയാണ് നമ്മൾ പ്രോപ്പർ നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇത് തന്നെയാണ് ഒരാളുടെ വ്യക്തിയുടെ പേര്, പ്ലേസിൻ്റെ പേരൊക്കെയാണ് നമ്മൾ പറയാം. അതിൽ പ്രോപ്പർ നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായിട്ട് വളരെ കറക്റ്റായിട്ടൊരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ പേരോ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേരൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കുക. രവി വെന്റ് ടു ഡൽഹി. രവി ഡൽഹിയിലേക്ക് പോയി. അവിടെ ഡൽഹി എന്ന് പറയുന്ന ഒരു പ്രോപ്പർ പ്ലേസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. രവി എന്ന് പറയുന്ന പ്രോപ്പറായിട്ടൊരു വ്യക്തിയുടെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രോപ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ വ്യക്തമായിട്ടുള്ളൊരു എടുത്ത് പറയാവുന്ന ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പേരൊക്കെയോ റെഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ നൗണുകളാണ് കോമൺ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറയുന്നത് നെയിം ഓഫ് ജനറൽ പേഴ്സൺ, പ്ലേസസ്, തിങ്സ്. അതായത് ഇത് തന്നെയാണ് നാമം എന്ന് പറയുന്നത്. ബേസിക്കലി എന്താണ്, ഒരു വ്യക്തിയുടെ പേരൊക്കെയാണെന്നല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്സ് ഓഫ് സ്പീച്ചിൽ. അപ്പോൾ കോമൺ നൗൺ അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത്. പ്രോപ്പർ നൗൺ എന്താണ്, വ്യക്തമായിട്ടുള്ള വളരെ വ്യക്തമായിട്ട് ഒരു പേഴ്സൻ്റെ പേര്, ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ പേരൊക്കെയാണ് നമ്മൾ പ്രോപ്പർ നൗണുകൾ എന്ന് പറയുക. കോമൺ നൗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ കോമൺ ആയിട്ട് നമ്മളുടെ ഡെയിലി ലൈഫ് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളും ഉണ്ട് അല്ലെങ്കിൽ പല നാമങ്ങളും ഉണ്ട്. അതിനെയാണ് നമ്മൾ കോമൺ നൗൺസ് അല്ലെങ്കിൽ ജനറൽ നൗൺസ് എന്നും കൂടി പറയാറുണ്ട്. കോമൺ നൗൺസ് എന്നാണ് പറയുക. അപ്പോൾ കോമൺ നൗൺ എന്താ, നെയിം ഓഫ് ജനറലായിട്ട് നമ്മൾ പറയുന്ന വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ ജനറലായിട്ട് നമ്മൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്ലേസുകളുടെ പേരോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ യൂസ് ചെയ്യുന്ന പല ഓബ്ജക്റ്റിൻ്റെ പേരൊക്കെയാണ് ഈ കോമൺ നൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ബോയ് ഈസ് പ്ലേയിങ്. അവിടെ ബോയ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലേ. ബോയ് എന്ന് പറയുന്നത് എന്താണ്, മെയിൽ സെക്ഷനിൽ പെട്ടിട്ടുള്ള ഒരു ആൺകുട്ടി. ഓക്കെ, ആൺകുട്ടി എന്നുള്ളതൊരു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നെയിമാണല്ലോ, ഒരു വ്യക്തിയെക്കുറിച്ചല്ലേ. ബോയ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അതിനെ ആ വ്യക്തി എന്ന് പറയുന്ന ഒരാളുടെ പേരുണ്ടെങ്കിലാണ് അത് പ്രോപ്പർ നൗൺ ആയിട്ട് പറയുക. ഇപ്പോൾ മെയിലിലത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പ്രോപ്പർ നൗൺ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു രവി എന്ന് പറയുന്നത് ആളുടെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്താണ്, ബോയ് എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്, അതായത് ഒരു പേഴ്സൺ തന്നെയാണ്. പക്ഷെ എന്താണ് അവിടെ ആ ഒരു ബോയ്, ആൺകുട്ടി എന്നുള്ള മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ബോയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രോപ്പർ നൗൺ ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ ആ ഒരു കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവൾ എന്നുള്ളതിന് നമ്മൾ ഷീ എന്ന് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നൗണുകളാണ് കേട്ടോ. അപ്പോൾ അതാണ് ദ ബോയ് ഈസ് പ്ലേയിങ്, ആൺകുട്ടി കളിക്കുന്നു. അതാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ നേറ്റീവ് പ്ലേസസ് ഒക്കെ ആവാം. ഇപ്പം എന്താ പറയുക, നമ്മളുടെ
ഗ്രാമത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്ലേസിലുള്ള ചില കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ ഇപ്പോൾ എറണാകുളം ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കത് പ്രോപ്പർ നൗൺ ആയിട്ട് കണക്കാക്കാം. എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അതൊക്കെ പറയുമ്പോൾ എന്താണ് പ്രോപ്പറായിട്ടുള്ള ഒരു നൗണായിട്ട് നമുക്ക് പറയാം, പ്രോപ്പറായിട്ടൊരു സ്ഥലത്തിൻ്റെ പേരാണ്. അതല്ല ഇനി എറണാകുളം, തൃശ്ശൂരൊക്കെ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഈ എറണാകുളം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലേസുകളായിട്ട് നമുക്ക് റെഫർ ചെയ്യാം. അതാണ് കോമൺ നൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് കളക്റ്റീവ് നൗൺസ്. കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ഗ്രൂപ്പ് ഓർ കളക്ഷൻ. അതൊരു ഗ്രൂപ്പിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരു കളക്ഷൻ്റെ പേരോ സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു ഗ്രൂപ്പ്, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ്, അത് ഒന്നിൽ കൂടുതൽ സംഭവങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാവോ? ഇല്ല. ഒരാൾ മാത്രമാണെങ്കിൽ അതൊരു ഇൻഡിവിജ്വൽ ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഒരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സിനെ എല്ലാം റെഫർ ചെയ്തിട്ടാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയാം. അതാണ് പറഞ്ഞ നെയിം ഓഫ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കളക്ഷനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, കൂട്ടം. ആ ഒരു കൂട്ടമായിട്ടുള്ള ഒരുപാട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ചേർന്നിട്ടുള്ളതിനെയാണ് ഒരു ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയുക. അപ്പം അതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നോക്കുക, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഈസ് ഫ്ലൈയിങ്. പക്ഷികളുടെ ഒരു കൂട്ടം പറക്കുന്ന. ഫ്ലോക്ക് എന്ന് പറയുന്നത് കൂട്ടം. ആ കൂട്ടം എന്ന് പറയുന്നത് കളക്ഷനാണ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് എന്താണ്, പറന്നു പോകുന്നു എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത് അല്ലേ. നമ്മൾ ചില ടൈമിൽ കാണാറുണ്ട് അല്ലേ, മെജോറിറ്റി ഈവനിങ്ങിലാണ് നമ്മൾ കാണാറ്. ഇപ്പോൾ ബേർഡ്സിൻ്റെയൊക്കെ ഒരു കൂട്ടം തന്നെ പറന്നു പോകുന്ന, ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് തന്നെ പറന്നു പോകുന്നത് നമുക്ക് കാണാം. അതാണ് പറഞ്ഞത്, ആ ഒരു ഗ്രൂപ്പിനെ പറയുന്നതാണ് നമ്മൾ കളക്റ്റീവ് നൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നത് അടുത്ത ടൈപ്പ് ഓഫ് നൗൺ ആണ് അബ്സ്ട്രാക്റ്റ് നൗൺസ്. അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് ഐഡിയാസ്, ഫീലിങ്സ്, ക്വാളിറ്റീസ് ദാറ്റ് ഈസ് കനോട്ട് ടച്ച്. നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയാത്ത ഫീലിങ്സ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് അത് നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. ഫീൽ വിച്ച് മീൻസ് നമുക്ക് ആ ഒരു അനുഭവിക്കാൻ, നമ്മളുടെ ആ ഒരു ഇതിൽ നിന്ന് വരുന്ന ആ ഒരു അനുഭവിക്കാനേ പറ്റുള്ളൂ. അതായത് നമുക്ക് ആ ഫീലിംഗ് ടച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ആ ഒരു നൗണുകളെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. അതായത് ഏതൊക്കെ, നമ്മളുടെ ഐഡിയാസ്, നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടാവില്ലേ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ആ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫീലിങ്സുകൾ, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു ക്വാളിറ്റി. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫോൺ, മൊബൈൽ ഫോൺ ഈസ് എൻ ഒബ്ജക്റ്റ്, അതൊരു ഒബ്ജക്റ്റാണ് ഇല്ലേ. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്, ആ മൊബൈൽ ഫോണിനെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന സംഭവങ്ങളൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് കനോട്ട് ടച്ച് എന്ന് പറഞ്ഞത്. ആ ടച്ച് നമുക്ക് സ്പർശിക്കാൻ കഴിയാത്ത നമുക്കുണ്ടാവുന്ന ഒരുപാട് ഫീലിങ്സിനെയും അല്ലെങ്കിൽ എന്തിനെങ്കിലും ക്വാളിറ്റിയെയോ അല്ലെങ്കിൽ ഐഡിയാസിനെയൊക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം. ഓണസ്റ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലേ. ഇപ്പോൾ വ്യക്തിത്വം, ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരു നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി, നല്ലൊരു വ്യക്തിത്വം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് വേണം അല്ലേ. അതായത് ഗുണങ്ങൾ വേണം അല്ലെങ്കിൽ സവിശേഷതകൾ വേണം, എങ്കിൽ മാത്രം നമുക്കൊരു ഗുഡ് ക്വാളിഫൈഡ് അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു ക്വാളിറ്റിയാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്, സത്യസന്ധത അല്ലേ. സത്യസന്ധതയുള്ള ഒരു മനുഷ്യൻ നല്ലൊരു ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഓണസ്റ്റി എന്ന് പറയുന്നത് അവിടെ എന്താണ്, അബ്സ്ട്രാക്റ്റ് നൗൺ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മളുടെ ഒരു ക്വാളിറ്റി, ഒരു വ്യക്തിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിക്കുന്ന ഒരു സംഭവമാണ് ഓണസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം. അതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് കോൺക്രീറ്റ് നൗൺസ്. കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ തിങ്സ് വി ക്യാൻ സീ, ടച്ച്, ഹിയർ, ടേസ്റ്റ് ഓർ സ്മെൽ. അതായത് അബ്സ്ട്രാക്റ്റ് നൗൺ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, സ്പർശിക്കാൻ കഴിയില്ല. പക്ഷേ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, സ്പർശിക്കാൻ കഴിയും, സ്മെൽ ചെയ്യാൻ, അത് മണക്കാൻ കഴിയും, അതുപോലെ ടേസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ പറയുന്ന നൗണുകളെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ നോക്കുക, ദ ആപ്പിൾ ഈസ് റെഡ്. ആപ്പിൾ
ചുവപ്പാണ് അല്ലേ. ആപ്പിൾ എന്ന് പറയുന്നത് ഒരു തിങ്ങാണ് അല്ലേ. ആ ആപ്പിളിൻ്റെ കളറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആപ്പിൾ ഈസ് ടച്ച്. ആപ്പിളിനെ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ലേ, സ്പർശിക്കാൻ കഴിയും, ടേസ്റ്റ് ചെയ്യാൻ കഴിയും, അതുപോലെ സ്മെല്ല് ചെയ്യാൻ പറ്റും. സ്മെല്ല് ആപ്പിളിന് പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല, എങ്കിലും സ്മെല്ല് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഫ്ലവേഴ്സ്, പൂക്കളാണെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റാണ്, അതും എന്താണ് ഈ പറയുന്ന കോൺക്രീറ്റ് നൗൺസിൽ പെടും അല്ലേ. ഫ്ലവർ എന്താ, നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് നൗണുകളെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയുക. അതുപോലെ തന്നെ ട്രീ ആണെങ്കിലോ നമുക്ക് കാണാൻ പറ്റും, ടച്ച് ചെയ്യാൻ പറ്റും അല്ലേ. മണത്തിന് പോയി മണക്കാനൊന്നും പറ്റില്ല, ഓക്കെ, എങ്കിലും ഈ പറയുന്ന ക്വാളിറ്റീസൊക്കെ അതിലുണ്ട് ട്രീ എന്ന് പറയുന്നതിൽ അല്ലേ. അപ്പോൾ അതാണ് ഈ കോൺക്രീറ്റ് നൗൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്സ്ട്രാക്റ്റ് നൗൺ ആണെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, സ്പർശിക്കാൻ പറ്റില്ല, പക്ഷേ അവർ നമ്മളുടെ ഐഡിയയും ഫീലിങ്സ് ഒക്കെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയുക. പക്ഷേ കോൺക്രീറ്റ് നൗൺ അങ്ങനെയല്ല. കോൺക്രീറ്റ് നൗണൊക്കെ കാണാൻ പറ്റും, സ്പർശിക്കാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും, അതായത് അത് കഴിച്ച് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്മെല്ല് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയാം. ഓക്കെ, അടുത്തതാണ് കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൗണ്ടബിൾ നൗൺസിൻ്റെ ഫ്രണ്ടിൽ ആർട്ടിക്കിൾ എയും ആനും യൂസ് ചെയ്യുന്നൊക്കെ പറയാറില്ലേ, പറഞ്ഞിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾക്ക് കണ്ടാലും മനസ്സിലാവും. അതിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ട് സിംഗുലർ കൗണ്ടബിൾ നൗൺസ് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കൗണ്ടബിൾ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്നത്, അതായത് 1 2 3 4 5 6 എന്ന് അങ്ങനെ എണ്ണാൻ പറ്റുന്ന നൗണുകളെയാണ് നമ്മൾക്ക് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. തിങ്സ് വി ക്യാൻ കൗണ്ട്, നമുക്ക് കൗണ്ട് ചെയ്യാൻ എണ്ണാൻ പറ്റുന്ന നൗണുകളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് 3 ബുക്സ്, എനിക്ക് 3 പുസ്തകങ്ങളുണ്ട്. അവിടെ ബുക്ക് എന്ന് പറയുന്നത് ഒരു നൗണാണ് അല്ലേ. 3 എന്ന് പറയുന്നത് ബുക്ക് എന്ന് പറയുന്ന ഒരു സിംഗുലർ നൗൺ ആണ്. അറ്റ് ദ സെയിം ടൈം അത് പ്ലൂരൽ ആക്കാനും പറ്റും. ആഡ് ചെയ്താൽ നമുക്ക് പ്ലൂരൽ ആവും. അതായത് ബുക്കുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഐ ഹാവ് 3 ബുക്സ്, എനിക്ക് 3 പുസ്തകങ്ങളുണ്ട്. ആ ബുക്കിനെ നമുക്ക് എണ്ണാൻ കഴിയില്ല. അപ്പോൾ എണ്ണിയത് കൊണ്ടാണ് അവിടെ എനിക്ക് എത്ര ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞത്, 3 ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഐ ഹാവ് 3 ബുക്സ്, എനിക്ക് 3 പുസ്തകങ്ങളുണ്ട്. അതാണ് കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഒരുപോലെ നമുക്ക് ഇപ്പോൾ അതുപോലെ എണ്ണാൻ പറ്റുന്ന ഒരുപാട് നൗൺസ് നമ്മൾക്കുണ്ട് ഇല്ലേ. ഇപ്പോൾ പുസ്തകം മാത്രമല്ല, ഫോണ്, ക്യാപ്പ്, അല്ലെങ്കിൽ ഇങ്ക് പോട്ട്, ഇതെല്ലാം തന്നെ അങ്ങനത്തെ നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് വസ്തുക്കളായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്നതിനെയൊക്കെ നമ്മൾ എണ്ണപ്പെടുന്ന നാമങ്ങളെന്ന് പറയാം. അപ്പം എണ്ണപ്പെടുന്ന, അതായത് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെയാണ് ബുക്ക്, പെൻസിൽ, പെൻ, സ്കെയിൽ, ചെയർ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, ജാർ, കപ്പ്, ഇതെല്ലാം എണ്ണാൻ പറ്റുന്ന നൗണുകളാണ് അല്ലേ. നമുക്ക് എണ്ണി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ നൗൺ, നമുക്ക് എണ്ണാൻ കഴിയുന്ന നൗണുകളെയാണ് നമ്മൾ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഇനി അടുത്തതാണ് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത്. അത് നമ്മൾ ആർട്ടിക്കിളിൻ്റെ ഇതിലും നമ്മൾ പഠിച്ചപ്പോൾ പറയുന്നുണ്ട് അൺകൗണ്ടബിൾ നൗൺസ് എന്നൊക്കെ. അപ്പോൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് വെച്ചാൽ തിങ്സ് വി കനോട്ട് കൗണ്ട്, നമുക്ക് എണ്ണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുക. ആർട്ടിക്കിൾസിൻ്റെ പോർഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത നൗൺസ് എന്ന്. വാട്ടർ, ഷുഗർ, ഹണി, മിൽക്ക്, ഇതൊക്കെ നൗണുകളാണ്, പക്ഷെ നമുക്ക് അൺകൗണ്ടബിൾ ആണ് അല്ലേ. ഇതിനൊക്കെ എണ്ണാൻ പറ്റുമോ? ഷുഗർ എണ്ണാൻ പറ്റുമോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ റൈറ്റ്, അത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ മിൽക്ക് എണ്ണാൻ പറ്റുമോ? അതൊക്കെ അതിൻ്റെ ഒരു ലിറ്റർ ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ലിറ്റർ ഉണ്ട്. ഇപ്പോൾ പാലാണെങ്കിൽ ലിറ്റർ ബേസ്, വാട്ടർ ആണെങ്കിൽ ലിറ്റർ, അതിൻ്റെ ബേസിലാണ് നമ്മൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി അളക്കാനുള്ള മെഷർമെൻ്റ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പോവുക. അല്ലാതെ നമുക്ക് എണ്ണി വെക്കാനായിട്ട് പറ്റില്ല. മെഷർമെൻറ്റ് വൈസാണ് അത് പോകുന്നത്, ലിറ്റർ വൈസ് മെഷർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എണ്ണാൻ പറ്റാത്ത നൗണുകളെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, വെള്ളം ജീവിതത്തിന് അനിവാര്യമാണ് അല്ലേ. ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുമോ? നൗണാണ്, പക്ഷേ അൺകൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ. അപ്പോൾ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ലൈഫ്, വെള്ളം ജീവിതത്തിന് അനിവാര്യമാണ്. അടുത്തൊരു നൗണാണ് മെറ്റീരിയൽ നൗൺസ്. മെറ്റീരിയൽ നൗൺസ് എന്ന് പറഞ്ഞാൽ
നെയിംസ് ഓഫ് മെറ്റീരിയൽസ് ഓർ സബ്സ്റ്റൻസസ്. എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വിച്ച് മീൻസ് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഗോൾഡ് ഈസ് പ്രഷ്യസ്. സ്വർണം വിലയേറിയതാണ്. ഗോൾഡ് ഈസ് എ മെറ്റീരിയൽ ആണ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസസ്. ഒരു ഒബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അത് തന്നെ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഇൻ ദ കാറ്റഗറി ഓഫ് എന്താണ് നമ്മളുടെ മെറ്റൽസിൻ്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ ഗോൾഡ്, സിൽവർ, അങ്ങനത്തെ സംഭവങ്ങൾ, അയേൺ, ഓക്കെ, അതിനെയൊക്കെയാണ് നമ്മൾ ഈ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഗോൾഡ് ഈസ് പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ അതാണ് മെറ്റീരിയൽ നൗൺസ്. അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് നൗൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ടൈപ്സ് ഓഫ് നൗൺ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഫെമിലിയർ ആണ്. നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ചിലെ ഒരു അംഗമാണ് നമ്മളുടെ നൗൺ എന്ന് പറയുന്നത്. അതായത് നാമം, നമുക്കൊരു നാമം ഇല്ലാതെ, നാമത്തിന് തന്നെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ നൗണിനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള നൗൺ ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, കളക്റ്റീവ് നൗൺസ്, ആബ്സ്ട്രാക്റ്റ് നൗൺസ്, കോൺക്രീറ്റ് നൗൺസ്, കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ് ആൻഡ് മെറ്റീരിയൽ നൗൺസ്. ഇതൊക്കെയാണ് നമ്മളുടെ കോമൺ ആയിട്ടുള്ള ബേസിക്കലി ഉള്ള ഗ്രാമർ, നമ്മളുടെ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള നൗണുകളുടെ ടൈപ്സ് എന്ന് പറയുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുമായിട്ട് ടൈപ്സ് ഓഫ് നൗണുമായിട്ട് അത് സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാമർ സെഷനാണ്. ഭൂരിഭാഗം ആൾക്കാർക്ക് പെട്ടെന്ന് ക്ലിയർ ആവുന്ന ഒന്നാണ്, സിമ്പിളാണ്. സോ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാവുന്ന ഗ്രാമർ പോർഷൻസ് ആണ് കേട്ടോ. ആ ഒരു സെഷനാണ്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കോമൻറ്റ് ഓൺ യുവർ കോമൻറ്റ് സെഷൻ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു ഗ്രാമർ സെഷനായിട്ട് വരാം. സോ താങ്ക് യു.